മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ വായനക്കാർക്കെല്ലാം വളരെ പ്രിയങ്കരമായ വിഭവങ്ങൾ അപൂർവമാണെങ്കിലും എഴുതുന്നതെല്ലാം വളരെ വിശേഷപ്പെട്ട രചനകളായി സമ്മാനിക്കുന്ന എഴുത്തുകാരനാണ് കൽപ്പറ്റ നാരായണൻ സാർ. ഞാൻ ആലോചിക്കുന്നത് 10-15-20 വർഷം മുമ്പ് മാഷിൻ്റെ ഒരു ഗദ്യം കാണുമ്പോൾ അതിലെ ആദ്യത്തെ വരികൾ വായിക്കുമ്പോൾ തന്നെ ഒരു നോവൽ വായിക്കുന്ന ആകാംക്ഷയോടെ അതിൻ്റെ അവസാനത്തോളം നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ അത് അവതരിപ്പിക്കുന്ന രചനാശൈലിയും അതിൽ ഉൾക്കൊണ്ട ഭാവനയും അതോടൊപ്പം നിലയ്ക്കാതെ വരുന്ന തത്വചിന്തയും എല്ലാം വളരെ പ്രസന്നമായ ഒരു വിഭവമായിട്ട് അനുഭവിച്ചത് ഓർമ്മയുണ്ട്. പിന്നീട് എവിടെ കൽപ്പറ്റ മാഷിൻ്റെ ഏത് പുസ്തകങ്ങൾ കണ്ടാലും ഏത് ലേഖനങ്ങൾ കണ്ടാലും പ്രഥമമായി വായിക്കാറ് അതാണ്. ഒരേ സമയം കവിതയിലും ഗദ്യത്തിലും ഫിക്ഷനിലുമെല്ലാം സവിശേഷമായ ശൈലി കൊണ്ട് ശ്രദ്ധേയത നേടിയ കൽപ്പറ്റ മാഷിൻ്റെ നിരീക്ഷണങ്ങൾ തീർച്ചയായും ഒരു വായനക്കാരനെ, ഒരെഴുത്തുകാരനെ, ആഗ്രഹിക്കുന്ന ആളുകളെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മാഷ് വരുന്നത് വയനാട്ടിൽ നിന്നാണ്. വയനാട് കേരളത്തിലെ വളരെ നേരത്തെ തന്നെ കുടിയേറ്റം സംഭവിച്ച ഒരു ദേശമാണ്. പല നാടുകളിൽ നിന്ന്, തെക്കൻ ജില്ലകളിൽ നിന്നൊക്കെ വന്ന് പലതരം സംസ്കാരങ്ങളുടെയൊക്കെ സങ്കലനമായ വയനാടിൻ്റെ മാഷിൻ്റെ നാടിൽ നിന്ന് എങ്ങനെയാണ് ചെറുപ്പത്തിൽ വായനയിലേക്കും പിന്നീട് അതിൻ്റെ രസങ്ങളിലേക്കൊക്കെ മാഷ് വരുന്നത്? ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വീണിട്ട് കാലൊടിഞ്ഞു. അങ്ങനെ വീണ് കാലൊടിഞ്ഞു. ഒരു 6 മാസത്തോളം കിടപ്പിലായി. അങ്ങനെ കിടപ്പിലായപ്പോൾ എനിക്ക് ലോകം മുഴുവൻ നിരസിക്കപ്പെടുക, പോകാൻ പറ്റില്ല. അപ്പോൾ കിടക്കുന്ന ഒരാൾക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ചപ്പോൾ അത് പുസ്തകം ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ കിടക്കുന്ന ഒരാൾക്ക് പുസ്തകം തുറക്കുക എന്ന് തന്നെയാണ്, വാതിൽ തുറക്കുക എന്നുള്ളതിന് നമ്മൾ പറയുക. ഈ തുറക്കുക എന്ന് പറയുന്ന ക്രിയ രണ്ടിനും ബാധകമാണ്. അപ്പോൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്നതിന് പകരം ഞാൻ പുസ്തകം തുറന്ന് പലരുടെയും അകത്തേക്ക് കയറാൻ തുടങ്ങി. അതെനിക്ക് വലിയ താല്പര്യമുണ്ടാക്കി. ഭാഷയിലൊക്കെ ചെറിയ താല്പര്യം ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ വീട്ടിലൊക്കെ പിടിച്ച് നിന്നിട്ടുള്ളത്. അപ്പോൾ ഭാഷ കുറഞ്ഞൊരു ചൈതന്യമുണ്ട്. അപ്പോൾ ഈ ഭാഷയുടേതായ ഒരു ശരീരം ഞാനിങ്ങനെ ആർജിക്കാൻ തുടങ്ങി വായനയിലൂടെ. അപ്പോൾ അതെനിക്ക് വളരെ കൗതുകകരമായി എന്നല്ല, വളരെ പ്രചോദിപ്പിക്കുന്നതായി. അങ്ങനെ പിന്നീട് ഞാൻ പുസ്തകം താഴെ വെച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ ഞാനൊരു ഫാസ്റ്റായിട്ട് വായിക്കുന്ന ആളല്ല, വളരെ സ്ലോ ആയിട്ടാണ് വായിക്കുക. അപ്പോൾ മാത്രമല്ല, എനിക്ക് രസിക്കാത്തതൊക്കെ ഞാൻ അപ്പോഴും കളയും. ഒരു വാക്ക് രസിച്ചിട്ടില്ലെങ്കിൽ ആ കവിതയും, ഒരു വാക്യം രസിച്ചിട്ടില്ലെങ്കിൽ ആ ഗദ്യവും ഞാൻ അതേ പാടെ ഉപേക്ഷിക്കും. ആ ഒരു ശീലം ഇപ്പോഴും ഉണ്ട് എൻ്റെ കൈവശം. ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ് വായിക്കുക. ആര് എന്നോട് ശുപാർശ ചെയ്താലും ആ ശുപാർശയ്ക്ക് ഒരു പാരഗ്രാഫിലധികം നീണ്ടു നിൽക്കാനുള്ള ശേഷി ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ ഞാനത് സ്വീകരിച്ച് കഴിഞ്ഞിരിക്കും. അപ്പോൾ പറയുന്നത്, ഈ 6ാം ക്ലാസ്സിൽ വീണ് നടക്കാൻ പറ്റാതായി തീർന്ന ഞാൻ എൻ്റെ നടപ്പ് മുഴുവൻ ഈ പുസ്തകങ്ങളിലൂടെ ആക്കാൻ ആരംഭിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴും ഞാൻ പുസ്തകങ്ങളുടെ കൂട്ടുകാരനായി കഴിഞ്ഞു. 5 മൈൽ നടക്കണം, എനിക്ക് 6 മൈലോളം വരും എനിക്ക് കൽപ്പറ്റയിലെത്താൻ. അപ്പം ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ, കൽപ്പറ്റയിൽ വന്നാലേ ഈ വീക്കിലികളൊക്കെ കിട്ടുള്ളൂ. അത് കാരണം വീട്ടിലേക്ക് സാധനമൊക്കെ വാങ്ങിക്കാൻ ഞാനാ വരിക. ചെറിയൊരു ചുമട് തലച്ചേറ്റിട്ട് വേണം പോകാൻ. പണക്കാരൊന്നുമല്ല.
അങ്ങനെ ഈ തലച്ചുമട് കയറ്റിയിട്ട് പോകുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അന്നിറങ്ങുന്ന മലയാള നാടോ അന്ന് അതൊക്കെയാണ് ഉണ്ടായിരുന്നത്, മാതൃഭൂമി, ഇങ്ങനെ ഇത് വീട്ടിലെത്തുമ്പോഴേക്ക് ഒരു വീക്കിലി അവസാനിക്കും. ഞാൻ ഈ ഭാരമൊന്നും അറിഞ്ഞിട്ടില്ല. എൻ്റെ ജീവിത ഭാരങ്ങളെയൊക്കെ ഞാൻ അറിയാതെ നോക്കിയത് ഒരു പക്ഷേ വായന എന്ന് പറയുന്ന ഒരു സൗകര്യം നിരന്തരമായി ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഈ ക്ലോസ് റീഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ ഇംഗ്ലീഷിലെ ഇപ്പോൾ ഒരു കണ്ടംപററി നോവലിസ്റ്റാണ് ഫ്രാൻസിസ് പ്രോസിൻ്റെ, അവരുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ ക്ലോസ് റീഡിംഗ് ആണ്. അവർ പറയുന്നതാണ്, വായിക്കുന്നത് സവിശേഷമായിട്ട് ശ്രദ്ധയോടുകൂടി വായിക്കുന്നത് ഒരു എഴുത്തുകാരനെ രൂപപ്പെടുത്തുന്നത് അതാണ്. ഒരു എഴുത്തുകാരൻ വാസ്തവത്തിൽ അതിൻ്റെ ഒരു മെത്തഡോളജി മാഷിൻ്റേത് എങ്ങനെയാണ്? ഒരു എഴുത്തുകാരൻ്റെ ആദ്യ പുസ്തകം എന്ന് പറയുന്നത് അയാൾ വായിക്കുന്ന പുസ്തകമാണ്. നമ്മൾ അതിൻ്റെ ഒരു കോ ഓതറാണ്, ഒരു സഹഗ്രന്ഥകാരനായിട്ട് മാറുക ചെയ്യുക. അതിലുള്ളതല്ല നമ്മൾ വായിക്കുക, അതിലുള്ളത് അവലംബമാക്കി നമ്മൾ വായിക്കുക ചെയ്യുക. നമ്മുടെ ഭാവനയോളാണ് നമ്മൾ വായിക്കുക, നമ്മുടെ ചിന്താശേഷിയോളാണ് നമ്മൾ വായിക്കുക. നമ്മുടെ പൂർവ്വജ്ഞാനമാണ് ഈ വായനയിലൂടെ കൂടുതൽ തെളിഞ്ഞു വരിക. വാസ്തവത്തിൽ വായന എന്ന് പറയുന്നത് വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു അനുഭവമാണ്. അതിന് കേവലം അവലംബം മാത്രമാണ് നമ്മൾ വായിക്കുന്ന ഈ പുസ്തകം. അങ്ങനെ വായിക്കുന്ന സമയത്ത് വളരെ ഈ പറഞ്ഞതുപോലെ വളരെ സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോഴും ഇങ്ങനെ ആബ്സെൻ്റായിട്ട് നമ്മൾ വേറെ ഒരു ലോകത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് കാരണമാണ് ഈ സ്ലോ റീഡറായി പോകാൻ കാരണം. നമ്മൾ നമ്മളെ വഴിക്ക് ഇങ്ങനെ പോകും. അപ്പോൾ അതിലേക്കുള്ള ചില ചാലുകൾ മാത്രമാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ആദ്യത്തെ എൻ്റെ വലിയ പ്രചോദിപ്പിച്ച എഴുത്തുകാരൻ എന്ന് പറയാൻ ദസ്തേവ്സ്കിയാണ്. അദ്ദേഹം ഡീറ്റെയിൽസിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു എഴുത്തുകാരൻ. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ വളരെ കാവ്യ കൗതുകം തരുന്നതായിരിക്കും എപ്പോഴും. അതിപ്പോൾ സംഗീതത്തിലാണെങ്കിലും ശരി, സാഹിത്യത്തിലാണെങ്കിലും ശരി, അതിൻ്റെ ഡീറ്റെയിൽസിന് സൗകര്യം. ഇപ്പോൾ ഫുട്ബോൾ മാച്ചിലാണെങ്കിൽ പോലും ഈ ഡീറ്റെയിൽസിന് സൗന്ദര്യം ഉണ്ടാകണം. ഇപ്പോൾ മെസ്സി കളിക്കുന്ന സമയത്തുള്ള ഒരു ഡീറ്റെയിൽ പ്രത്യക്ഷപ്പെടും, അത് നമുക്ക് വളരെ ഹൃദയകാരിയായിരിക്കും. അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസ്, പിന്നെ അതിലുള്ള ഈ ഫിലോസഫി, ക്ലോസ് റീഡിങ്ങിൽ നമ്മളെ കൂടുതലായിട്ടും എന്താണ് ഈ പറയുന്നത് എന്ന രീതിയിൽ നമ്മൾ കൂടുതൽ ആലോചിക്കും. പിന്നെ ഭാഷ, ഈ പദം തന്നെ അവിടെ വരാൻ, ഇത്തരം ഒരു വാക്യഘടന സ്വീകരിക്കാൻ എന്താണ്, അതുകൊണ്ട് എന്താ ഉണ്ടായിട്ടുള്ള ഒരു അധിക ഫലം, ഇതൊക്കെ ഒരേ സമയം നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ആലോചിക്കും. ഈ പറഞ്ഞതുപോലെ അനലിറ്റിക്കലായിട്ടുള്ള ആലോചനയല്ല, വളരെ ആസ്വദിക്കുന്ന ഒരാലോചനയാണ്. പക്ഷേ ഈ ഭാഷാ ഘടനയൊക്കെ നമ്മളെ വളരെ ഇംപ്രസ് ചെയ്യും. നമുക്കിഷ്ടമായ ഒരു പുസ്തകത്തിൽ നമ്മളെ വളരെ ഇംപ്രസ് ചെയ്യും. ഇവിടെ വന്നിട്ടൊരു എക്സ്പീരിയൻസ് ഉള്ളത്, എൻ്റെ നാട്ടിലില്ലാത്ത ഒന്നാണ് ഈ കടൽ. വയനാടും നാടുമായിട്ടുള്ള വലിയ വ്യത്യാസം വെച്ചാൽ കടലില്ല, തീവണ്ടിയില്ല. ഈ രണ്ട് സൗകര്യങ്ങളാണ് അവിടുത്തെ വലിയൊരു അഭാവം. വലിയ അഭാവമാണ്. കാരണം ഒരു തീവണ്ടി മുറിയിൽ നമ്മൾ വായിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന അസാധാരണമായ സുഖം ഭയങ്കര. അതുപോലെ ഇവിടെ ഇരുന്ന് വായിക്കുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ബുദ്ധനെക്കുറിച്ചുള്ള പൗരസ്ത്യ ദീപം എന്ന് പറയുന്ന ഒരു പുസ്തകം നാലാപ്പാട്ട് നാരായണമേനോൻ. അപ്പോൾ ഇവിടെ ഞാൻ ഈ പറക്കല്ലിലിരുന്ന് കാല് താഴോട്ടിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പുസ്തകത്തിൽ പറയുന്നത് ശ്രീബുദ്ധൻ ഇങ്ങനെ സഞ്ചരിക്കുക, ഒരു പോംവഴിയും കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആരാഞ്ഞ് നടക്കുക. അങ്ങനെ നടന്ന് തളർന്നു, ഭക്ഷണമൊന്നുമില്ല. അങ്ങനെ വിശന്ന് വീണിരിക്കുക ഒരു സ്ഥലത്ത്, മോഹാത്സ്യപ്പെട്ട് കിടക്കുക. അപ്പോഴാണ് ഒരു ആട്ടിടയൻ ആട്ടിൻപറ്റങ്ങളുമായിട്ട് വരുന്നത്. അയാൾക്ക് വലിയ സഹാനുഭൂതി തോന്നുകയും അയാൾ അവിടെ കണ്ട ഒരു മരക്കൊമ്പ് ഒടിച്ച് ബുദ്ധൻ്റെ മുകളിലായിട്ട് കുത്തുകയും ചെയ്തു. തണൽ താക്കി ബുദ്ധൻ. അതിനുശേഷം ഈ ആട്ടിൽ ഏറ്റവും അകിട് കനത്ത ആടിനെ ബുദ്ധൻ്റെ ശരീരത്തേക്ക് അടുപ്പിച്ച് മുഖത്തേക്ക് കൊണ്ടുവന്ന് പാല് കറന്നു കൊടുക്കുക ചെയ്യുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ പാല് ഇറങ്ങി അയാളുടെ മുഖം തൊടുക്കാൻ തുടങ്ങി. പിന്നെ ശരീരം ശക്തി ആർജിക്കാൻ തുടങ്ങി. പിന്നെ അയാൾ കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറക്കുമ്പോഴേക്കും ഈ പൗരസ്ത്യ ദീപത്തിൽ പറയണത് ബുദ്ധനെക്കുറിച്ചുള്ള ഏതോ സങ്കല്പത്തിലുള്ളതാണ്. അത് ഈ കൊണ്ട് കുത്തിയിരിക്കുന്ന ഈ
ഈ പച്ചില കൊമ്പുകളൊക്കെ പുഷ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ അത്രയും വായിച്ചു കഴിയുമ്പോഴേക്കും എൻ്റെ കാല് മുട്ട് വരെ നനഞ്ഞിരിക്കണം ഇവിടെ. അപ്പം മുട്ട് വരെ ബുദ്ധൻ എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതുക ചെയ്യുന്നത്. പിന്നെ അതിനെ ഇങ്ങനെയുള്ള ഒരു തരം വായനയാണ്. ഒരു വേറൊരാൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വായനയാണോ ഇതെന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. വളരെ സാവകാശത്തിലാണ്. കേരളത്തിൽ ഏറ്റവും സാവകാശത്തിൽ വളർന്ന ഒരു മരം ഞാനായിരിക്കും. ഇപ്പോൾ മാഷ് ഒരു ഏകാന്തമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് വായനയിലേക്ക് വരുന്നത്. ഒരേ സമയം നാടിൻ്റെ ഏകാന്തതയും മാഷിൻ്റെ സവിശേഷമായ സംഭവത്തെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഈ ഒരു ഏകാന്തതയിൽ നിന്നാണല്ലോ ഇപ്പോൾ മാഷ് ഇപ്പോൾ പറഞ്ഞ ബുദ്ധൻ്റെ കാര്യത്തിലും നബി പോകുന്നത് ഹിറാ ഗുഹയിലേക്കാണ്. ഏകാന്തമായിട്ട് കുറേ ദിവസം ധ്യാനിച്ചിരുന്നിട്ടാണ് ദിവ്യ വെളിച്ചം ലഭിക്കുന്നത്. ഈ ഒരു ഏകാന്തത എങ്ങനെയാണ് മനുഷ്യനെ അവൻ്റെ സ്വത്വത്തിലേക്കും ദൈവികമായ ചിന്തകളിലേക്കൊക്കെ എത്തിക്കുന്നത്? നമുക്ക് കൂട്ടുകാരുണ്ടെങ്കിൽ, നമ്മളൊരു സമൂഹത്തിലാണെങ്കിൽ, സദാ സമൂഹവുമായി ഇടപഴകുന്ന ഒരാളാണെങ്കിൽ അവരുടെ ചിന്തകളാൽ നയിക്കപ്പെടുന്ന ഒരാളായിരിക്കും നമ്മൾ. അങ്ങനെ പൊതുധാരണയായിരിക്കും നമ്മുടെ ധാരണ. പക്ഷേ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ ജീവിതത്തെ മറ്റൊരു വിധത്തിൽ അഭിമുഖീകരിക്കാൻ തുടങ്ങും. നമ്മൾ തനിച്ച് അഭിമുഖീകരിക്കാൻ തുടങ്ങും. അങ്ങനെ തനിച്ച് അഭിമുഖീകരിക്കുമ്പോഴാണ് നമ്മൾ അവനവൻ്റെ കണ്ണുകൊണ്ട് കാണാനും അവനവൻ്റെ കാതുകൊണ്ട് കേൾക്കാനും സാധിക്കുന്നവരായിട്ട് മാറുക. അങ്ങനെ മാറുന്ന സമയം നമുക്ക് ചില തിരിച്ചറിവുകളുണ്ടാവും. ആ തിരിച്ചറിവുകൾ സമൂഹത്തിൽ നമ്മൾ കൊടുക്കുമായിരിക്കും പിന്നെ. പക്ഷേ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നാൽ നമുക്ക് കിട്ടുന്നതല്ല. അതുകൊണ്ട് ആണ് ഈ ഏകാന്ത സ്ഥലങ്ങളിൽ ബുദ്ധനോ മുഹമ്മദോ ഒക്കെ അന്വേഷിച്ച് വരുന്നത്. അവനവനിലിരിക്കുന്നു ഈ വലിയ പ്രഭാവം. പക്ഷെ അതൊന്നും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല, ആവിഷ്കരിക്കാൻ സാധിക്കുന്നില്ല, അറിയുന്നില്ല. നമ്മൾ ഒരു മീഡിയോക്കർ ശരാശരി മനുഷ്യനായി സമൂഹത്തിൽ കഴിയുകയാണ്. എപ്പോഴും ശബ്ദങ്ങളാണ്, അത് അർത്ഥങ്ങളായിട്ട് മാറുന്നത് അപൂർവ സന്ദർഭങ്ങളിലാണ്. അപ്പോൾ തനിച്ചാകുമ്പോൾ നാം ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നു, പല വേവലാതികളെയും മനസ്സിലാക്കുന്നു അവിടെ വെച്ച്. അങ്ങനെ ഈ ഏകാന്തത്തിലിരിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ നമ്മളിൽ നിക്ഷേപിച്ച് വച്ചിരിക്കുന്ന ഈ വലിയ പൊട്ടൻഷ്യാലിറ്റി നമ്മൾ അറിഞ്ഞും ആവിഷ്കരിച്ചും തുടങ്ങുക. നമ്മൾ സാധാരണ ഒരു ആളുകൾ പറയും നമ്മുടെ പൊട്ടൻഷ്യാലിറ്റിയുടെ വളരെ കുറഞ്ഞൊരു ഭാഗമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഉപയോഗിക്കേണ്ടി വരില്ല. സമൂഹത്തിൽ ജീവിക്കും, പലരാൽ സഹായിക്കപ്പെട്ട് നമ്മുടെ അറ തുറക്കാതെ നമുക്ക് ജീവിച്ചു പോകാം. ഇവിടെ അതിജീവിക്കണമെങ്കിൽ നമ്മുടെ അറ തന്നെ തുറക്കണം. ആ അറ തുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏകാന്തതയിലേക്കുള്ള യാത്ര. ദസ്തവേസ്കിയുടെ രചനകളിലൊക്കെ ഭയങ്കരമായിട്ട് ഫിലോസഫി വരുന്നുണ്ട്. ഒരുപക്ഷെ റഷ്യൻ സാഹിത്യം ഇംഗ്ലീഷ് സാഹിത്യത്തെക്കാൾ ആർത്ഥത്തിലൊക്കെ സമ്പന്നമാണല്ലോ. അപ്പോൾ അതിനെങ്ങനെയാണ് മാഷ് കാണുന്നത്? മനുഷ്യ ജീവിതത്തെ കുറച്ചുകൂടെ അഗാധമായിട്ട് സ്പർശിക്കുന്ന രചനകൾ എന്നുള്ള നിലയിൽ. ഒരു പ്രീ ഡിഗ്രി കാലത്താണ് ഞാൻ ഈ ദസ്തേവ്സ്കി കൃതികളുമായിട്ട് പരിചയപ്പെടുന്നത് വാസ്തവത്തിൽ. അപ്പോൾ പെട്ടെന്ന് എന്നെ ഒരുപാട് സങ്കീർണതകളുള്ള ഒരാളാണ് ഞാൻ. മനസ്സുകൊണ്ട് അത്ര നല്ല ഒരാളൊന്നുമല്ല ഞാൻ. അത്തരം നല്ലതല്ലാത്ത ആളുകളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ദസ്തേവ്സ്കിയുടെ കൃതികളിലൂടെയാണ്. അഥവാ അതിലെ കണ്ണാടിയിൽ എന്നെ കാണുന്നതായിരിക്കണം. കാരണം ഞാനും ഈ അല്യോഷ കാരമസവും അല്ലെങ്കിൽ ദിമിത്രി കാരമസവും അല്ലെങ്കിൽ റാസ്കോൾനിക്കോവും ഒക്കെ പങ്കിടുന്നുണ്ട് ഒരേ കുറ്റബോധങ്ങൾ, ഒരേ പ്രയാസങ്ങൾ, ഒരേ ഉത്തരവാദിത്തങ്ങൾ, ഒരേ വേദനകൾ, ഒരേ തെറ്റിദ്ധാരണകൾ ഒക്കെ പങ്കിടുന്നുണ്ട്. അങ്ങനെ പങ്കിടുന്ന മറ്റാളുകൾ എൻ്റെ സഹപാഠികളിൽ ആരുമില്ല. ഒരാൾ പോലും ഇത്തരം തത്വചിന്താപരമായ വ്യാകുലത കൊണ്ട് അലട്ടി നടക്കുന്നവരായിട്ടില്ല.
പക്ഷേ ഈ കഥാപാത്രങ്ങളെല്ലാം തത്വചിന്താപരമായ വ്യാകുലതകൾ കൊണ്ട് പ്രയാസപ്പെട്ടിരിക്കുക. ആനന്ദിനെ പോലെ എന്ന് പറഞ്ഞുകൂടാ. ആനന്ദ് പൊതുവെ ചിന്തകനാണ്, അതിലൊന്നും എനിക്കൊരു സംശയവുമില്ല. പക്ഷേ തത്വചിന്താപരമാണോ ആ ചിന്ത എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ചും നമ്മുടെ ജസ്റ്റിസിനെക്കുറിച്ചും ഒക്കെയുള്ള ആലോചനയാണ്. ദസ്തേവ്സ്കിയിൽ അതല്ല. അത് ഈ മരണവും അത് ഈ പിന്നെ ആളുകൾക്ക് പാപത്തിനോടുള്ള ഈ മഹാ ആകർഷണവും അതിനെ നിരാകരിക്കാൻ വയ്യാതെ വരുന്നതും പിന്നെ ക്രിസ്തീയ ദർശനവുമായിട്ടുള്ള അഭിമുഖവും ഒക്കെ ദാർശനികമായിട്ടാണ്. ആ അർത്ഥത്തിൽ ദാർശനികമാണെന്ന് ആൾക്കൂട്ടത്തിലെ കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഡയലോഗിക്കലാണ്, സംഭാഷണാത്മകമാണ്. അവർ നമ്മുടെ കുറച്ച് സാമാന്യ ബോധമുള്ള കുറച്ച് ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഫീലിംഗാണ്. ഇതല്ല. ഇത് ഓരോരുത്തർക്കും അസാധാരണമായ ഏകാന്തതയും പ്രശ്നങ്ങളുമുള്ള ആളുകളാണ്. അങ്ങനെ പ്രശ്നഭരിതരായിട്ടുള്ള ഈ ആളുകളെ ഞാൻ അഭിമുഖീകരിക്കുന്നത് വാസ്തവത്തിൽ ഈ ദസ്തേവ്സ്കിയൻ കൃതികളിലൂടെ ആണ്. മാഷ് പിന്നെ കോഴിക്കോട്ടേക്ക് വരുന്നുണ്ടല്ലോ വിദ്യാർത്ഥി ആയിട്ട്, കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒക്കെ അക്കാലത്താണ് ഞാൻ ഈ ദസ്തേവ്സ്കിയുടെ ശിഷ്യനാകുന്നത്, ഈ ആർട്സ് കോളേജിൽ പഠിക്കാൻ പറ്റും. ആ ഒരു കാലം എങ്ങനെയായിരുന്നു? ആ ഒരു കാലം എനിക്ക് വളരെ സമ്പന്നമായിട്ടുള്ളൊരു കാലം എന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ മുറിയുടെ തൊട്ട മുറിയിലാണ് ഞാൻ ആദ്യം താമസിക്കുന്നത്. പിന്നെ ഹോസ്റ്റലിലേക്ക് മാറി. എന്നാലും കുഞ്ഞുണ്ണി മാഷിൻ്റെ അന്തേവാസിയായിട്ടാണ് കഴിയുന്നത്. അവിടെയുള്ള ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് കേരളത്തിൽ അക്കാലത്തെ അന്ന് ലിറ്റിൽ മാഗസിനുകളുടെ ഒരു വസന്തമായിരുന്നു കേരളത്തിൽ. ആ ലിറ്റിൽ മാഗസിനുകളെല്ലാം കുഞ്ഞുണ്ണി മാഷിൻ്റെ മേശപ്പുറത്ത് വരും. സമീക്ഷ വരും, അന്വേഷണം വരും, ജ്വാല വരും. മാഷ് അതിൽ എഴുതിയിട്ടുണ്ടാവും. മാഷ് അക്കാലത്തെ ഏറ്റവും ആധുനികനായ കവികളിൽ ഒരാളായിരുന്നു. എല്ലാവർക്കും ബഹുമാനമുള്ള ഒരാളായിരുന്നു. ആധുനികങ്ങളായിട്ടുള്ള എല്ലാ പ്രസിദ്ധീകരണങ്ങളും യഥാസമയം വരികയും മാഷ് അതിലൊന്നും ഒരു താല്പര്യവും എടുക്കില്ല. അതെല്ലാം നാരായണം വായിച്ചോളൂ എന്ന് പറയും. ഒക്കെ കൊണ്ടുപോയി വായിക്കുന്ന ആൾ ഞാനാണ്. അപ്പോൾ എനിക്ക് വലിയ ഒരു ഗുണമാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ പുസ്തകങ്ങളും കിട്ടും, അവിടെ പുസ്തകങ്ങളുണ്ടാവും. മാഷ് അങ്ങനെ ഒരു എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണമെന്ന ആളല്ല. ഞാൻ എല്ലാ കാലത്തും എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് വലിയ ഭ്രമമായി. അങ്ങനെ അക്കാലത്ത് കുഞ്ഞുണ്ണി മാഷ് എനിക്ക് എൻ്റെ ഈ ഭ്രമം കണ്ടിട്ട് മാഷ്ക്ക് ചിലപ്പോൾ അസഹ്യത ഉണ്ടായി എന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് നാട്ടിലേക്ക് മാഷ് ഒരു ചെറിയ കാർഡിൽ ഒരു കത്തയച്ചു. കത്തിലിതേ ഉള്ളൂ: ചൊക്ലിയിൽ പണ്ടൊരാളുണ്ടായിരുന്നു, അയാൾക്കൊട്ടും ഇക്കിളിയില്ലായിരുന്നു, എന്നിട്ടും മക്കളുണ്ടായിരുന്നു. മൂപ്പരുടെ ഒരു ആദർശമാണ്. മൂപ്പർക്ക് അങ്ങനെ ഇക്കിളിയൊന്നുമില്ല, എന്നിട്ടും കവിതകളൊക്കെ എഴുതുന്നു. അതുകൊണ്ട് എഴുത്തുകാരനായാൽ ഇങ്ങനെ വായിച്ചു കൂട്ടുകയോ ഇങ്ങനെ സദാ സാഹിത്യം എന്ന് വിചാരിച്ച് ഭ്രമിച്ച് നടക്കുകയോ ഒന്നും വേണ്ട. അത്തരം ഭ്രമങ്ങൾ ചിലപ്പം നിങ്ങളെ കഷ്ടത്തിലാക്കി എന്ന് വരും. അതുകൊണ്ട് എന്നുപദേശമാണ് ഈ തന്നിട്ടുള്ളത്. ഏതായാലും കുഞ്ഞുണ്ണി മാഷ് അങ്ങനെ ഉള്ള ഈ ഇത്തരം ഉപദേശങ്ങളൊക്കെ ആയിരുന്നെങ്കിലും എനിക്ക് വായിക്കാനുള്ള വിഭവങ്ങളൊക്കെ സുലഭമായി കിട്ടിയ എൻ്റെ മഹാമോഹങ്ങളൊക്കെ സാക്ഷാത്കരിച്ച കാലമായിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് കവിതയിലേക്ക് സീരിയസ് ആയിട്ട് വരുന്നത്? തീർച്ചയായിട്ടും കവിതയിലേക്കൊക്കെ വളരെ ആലോചിച്ചാണ് കവിതയിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ കവിതകളൊക്കെ എഴുതുമായിരുന്നു, പക്ഷെ ഒന്നും തന്നെ ബോധ്യം വരുമായിരുന്നില്ല ഇത് കവിതയാണ്. അങ്ങനെ ഏതാണ്ട് ഒരു 35 വയസ്സിലാണ് ടീച്ചർ ഇപ്പോഴും 2ലാണ് എന്നുള്ള ഒരു വരി വായിച്ചപ്പോൾ, ഞാൻ എഴുതിയത് വായിച്ചപ്പോൾ, അപ്പോൾ എനിക്കൊരു ചെറിയ വിസ്മയമുണ്ടായി. ആ വാക്യത്തിന് നല്ല ശക്തിയുണ്ട്, ധാതുശക്തിയുണ്ട്, അതിന് നല്ല പ്രതീകാത്മകമായ ഗുണമുണ്ട്. ഇതാണ് പോയട്രി. അതുകൊണ്ട് ഈ വഴിക്ക് വേണം സഞ്ചരിക്കാൻ. പിന്നെ ഞാൻ കാത്തിരിക്കും, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് രൂപപ്പെടും, അപ്പോൾ അത് എഴുതും. കാത്തിരിക്കുകയല്ലാതെ അതിനുവേണ്ടി ഒരു പരിശ്രമവും നടത്താറില്ല. കവിത എൻ്റെ വഴിയിലേക്ക് പതുക്കെ വരും. ഏതെങ്കിലും ഒരു അനുഭവത്തിൽ നിന്നൊക്കെ ആയിരിക്കും അതിന് തീ പിടിക്കുക എന്നേ ഉള്ളൂ. എന്നാലും ശരി, ഇത്തരം പൊട്ടൻഷ്യാലിറ്റിയുള്ള വരികൾ വേണം എന്നത് എനിക്ക് നിർബന്ധമായിരുന്നു. പൊട്ടൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രതീകാത്മക സൗന്ദര്യമുള്ള വാക്യങ്ങൾ വേണം എഴുതാൻ എന്നത് ഞാൻ നിശ്ചയിക്കുന്നത് അപ്പോഴാണ്. എൻ്റെ തന്നെ യാദൃശ്ചികമായ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ കാവ്യപാഠം
ഞാൻ ഉൾക്കൊള്ളുന്നത്. അപ്പോഴെനിക്ക് ഒരു പക്ഷേ അതിന് ശേഷം എനിക്ക് മലയാളത്തിലെ പ്രശസ്തങ്ങളായ കവിതകളൊക്കെ ഒന്നുകൂടി ബോധ്യമാവുകയും ചെയ്തു. ഇപ്പോൾ കുഞ്ഞുണ്ണി മാഷ് തന്നെ ഭക്ഷണമല്ലാതൊന്നും ഭക്ഷിക്കാനില്ലിവിടെ എന്ന് പറയുന്നത് എന്ത് മനോഹരമായിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്? നമ്മൾ ഈ കാണുന്ന ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നു, വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ടിരിക്കുന്നു, ധാരണയ്ക്ക് അതുപോരാ, ഭക്ഷണത്തിന് അതുപോരാ, നമ്മൾ പല ഭക്ഷണങ്ങളും കഴിക്കേണ്ടവരാണ്, അല്ലേ? പല ചിന്തകളും ഉണ്ടാവേണ്ടവരാണ്. ഇങ്ങനെ വിസ്മയകരമായി പല അടരുകളിലേക്ക് വിടർത്താവുന്ന ഒരു കാവ്യ വരിയാണ് അത് എന്ന് ബോധ്യം വരണമെങ്കിൽ അത് ബോധ്യം വരുന്ന ആൾക്ക് കവിത്വം എന്ന് പറയുന്ന ഒന്നുണ്ടായിരിക്കണം. കവിത്വത്തിൻ്റെ പ്രകാശനമാണ് നമ്മൾ വായിക്കുന്ന കവിത. അതുകൊണ്ട് ഇത്തരം ഒരു ബോധോദയം ഉണ്ടായതിൽ പിന്നെ എൻ്റെ കവിതാ വായന കൂടുതൽ സഫലമായിത്തീരുന്നു. ഇത്തരം വാക്യങ്ങൾ എനിക്ക് കൂടുതൽ ഇമ്പമായിത്തീരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഫിലോസഫിയുമായി ഇണക്കപ്പെട്ട വരികളാണ് ഞാൻ ഈ ഇഷ്ടപ്പെടുന്നതൊക്കെ എന്ന് ഞാൻ തിരിച്ചറിയുകയും ചെയ്തു. പക്ഷേ ഈ ഫിലോസോഫിക്കലാണെങ്കിലോ വളരെ ലളിതമായി ഇമ്പമുള്ള സ്വരത്തിൽ വൃത്തനിബന്ധമായിട്ടല്ലാതെ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ സുന്ദരമായിട്ടാണല്ലോ മാഷ് എഴുതുന്നത്. ആ ഒരു രചനാ രീതിയിലേക്ക് മാഷ് വരുന്നതും അങ്ങനെ ഒരു രീതി തിരഞ്ഞെടുക്കാനുള്ള നിമിത്തമൊക്കെ എങ്ങനെയായിരുന്നു കവിതയുടെ കാര്യത്തിൽ? ഞാൻ കവിതയോടൊപ്പം തന്നെ ആഹ്ലാദത്തോടെ വായിച്ചിട്ടുള്ളത് കാവ്യാത്മകമായി എഴുതുന്ന ബഷീറിൻ്റെയും ഒ വി വിജയൻ്റെയും മേതിൽ രാധാകൃഷ്ണൻ്റെയും ഒക്കെ കൃതികളാണ്. ഇതൊക്കെ വളരെ കാവ്യാത്മകമായിട്ട് എഴുതപ്പെട്ട കൃതികളാണ്. അപ്പോൾ ഞാൻ അതിൽ വായിച്ചിരുന്നത് ഒരർത്ഥത്തിൽ ഞാൻ ഇന്ന് എഴുതുന്ന തരം കവിതകളായിരുന്നിരിക്കാം. അതിലതുണ്ടായിട്ടല്ല ഞാൻ വായിച്ചിരിക്കുന്നത്. അങ്ങനെ ആ വായനയുടേതായ ആ സവിശേഷ വായനയുടേതായ വഴിയിലൂടെ മുന്നേറിയിട്ടായിരിക്കാം നമ്മളീ പറയുന്ന ഒരു വഴിക്കെത്തിയത്. എന്തുകൊണ്ട് രസിപ്പിക്കുന്നു എന്നാണെങ്കിൽ വിരസമായത് ഞാൻ വായിക്കാറേ ഇല്ല എന്നതാണ് അതിൻ്റെ കാരണം. രസിപ്പിക്കുന്നത് മാത്രം വായിക്കുന്ന ഒരാൾ എഴുതുമ്പോൾ നിശ്ചയമായും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. എൻ്റെ വൈഭവമല്ല, ഞാൻ രസിപ്പിക്കുന്നതേ വായിക്കൂ. അപ്പോൾ അല്ലാത്തത് ഞാനെങ്ങനെ എഴുതുക? എനിക്ക് വരില്ല അങ്ങനെയൊന്നും. അപ്പോൾ ആളുകൾ രസിക്കുന്നതാണ്, എല്ലാവരും അല്ല. എൻ്റേതുപോലുള്ള സമാനമായിട്ടുള്ള താല്പര്യമുള്ള ഒരാൾക്കേ ഇത് രസിക്കാനിടയുള്ളൂ, അല്ലാത്ത ഒരാൾക്ക് രസിക്കില്ലല്ലോ. അവരിലും ബീജപൂർണമായ രൂപത്തിൽ എന്തുണ്ടായിരിക്കണം? ഈ കൗതുകങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെ കൗതുകങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അവർക്കത് രസിക്കുന്നത്, എനിക്ക് ഞാൻ വായിച്ച കൃതികൾ രസിക്കുന്നത്. അതുപോലെ അപ്പോൾ ഇങ്ങനെ ഒരു വിശ്വ സർക്കിൾ എന്ന് പറയാൻ പാടില്ല, എന്നാലും ഇങ്ങനെ ഒരു സർക്കിളാണിത്. മറ്റൊരാൾ വായിക്കുന്നു, എഴുതിയത് എനിക്ക് രസിക്കുന്നു, അത് പകരുകയല്ല ചെയ്യുന്നത്, അതിനാൽ ഉണർത്തപ്പെട്ട അല്ലെങ്കിൽ അതിനാൽ സാധുവായി തീർന്ന, അതുകൊണ്ട് എനിക്ക് സ്വീകാര്യമാണ് എന്ന് മനസ്സിലായ, അതിലൂടെ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അനുഭവങ്ങളാണ്, ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ബഷീറിനെ കുറിച്ച് മാഷ് പറഞ്ഞിട്ടുണ്ട്. ബഷീർ അദ്ദേഹത്തിൻ്റെ മതവും ജീവിതവും സാഹചര്യങ്ങളൊക്കെയാണ് പ്രഥമമായിട്ട് രൂപപ്പെടുത്തിയതെന്നും ഏതൊരു എഴുത്തുകാരനെയും അയാളുടെ ലോകങ്ങളെയാണ് അയാൾ വികസിപ്പിക്കുന്നതെന്നും ആ അർത്ഥത്തിൽ മാഷ് സംസാരിച്ചിട്ടുണ്ട്. ആ തരത്തിൽ ബഷീർ ഒരു മുസ്ലിം എന്ന നിലയിൽ ആ ഒരു സംസ്കാരം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണുന്നത്? ബഷീറിനെ കുറിച്ച് മാഷിൻ്റെ എൻ്റെ ബഷീർ എന്ന് പറയുന്ന പുസ്തകം വളരെ പ്രശസ്തമാണല്ലോ. അപ്പോൾ ബഷീറിൽ മുസ്ലിം ദർശനം നന്നായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ബഷീറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് മുസ്ലിമായി തീർന്നത്? മുസ്ലിം കുടുംബത്തിൽ പിറന്നുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നു. അപ്പം മറുപടിയായിട്ട് പറയുന്നത് അതുകൊണ്ടും എന്നാണ്. അതുകൊണ്ടും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിധിവശാൽ ഞാൻ മുസ്ലിമായി തീർന്നെങ്കിലും അതുകൊണ്ട് മാത്രമല്ല, ഈ മുസ്ലിം ആയിരിക്കുക എന്ന് പറയുന്നത് ആഗ്രഹിക്കത്തക്ക ഒരവസ്ഥയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടും ആണ്.
ഖുറാൻ പോലെ ഒരു മഹാഗ്രന്ഥത്തിൻ്റെ തുണ എനിക്കുണ്ട് എന്നതുകൊണ്ടും ആണ്. അപ്പോൾ അത് ഇപ്പോൾ ബഷീർ പറയണ്ടല്ലോ, ഈ മണൽത്തരി മുഴുവൻ സ്വർണമായി തീരട്ടെ എന്ന് പറയും. എന്നിട്ട് പറയുക സ്വർണ്ണമായില്ല, ഭാഗ്യം എന്നാണ് പറയുന്നത്. സ്വർണ്ണമായിരുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു അവകാശം ഞാൻ ഉപയോഗപ്പെടുത്തലാകുമായിരുന്നു. ദൈവം അതുകൊണ്ട് ചെറുതായിത്തീരുമായിരുന്നു. ഞാൻ അത്തരം മേജിക്കുകളിലൊന്നും വിശ്വസിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ കാണായ പ്രപഞ്ചം തന്നെ മഹാത്ഭുതമാണ്. അതിന് മേലെ ഒരത്ഭുതവും കാണിക്കാൻ എനിക്ക് സാധിക്കും. ഈ അത്ഭുതം തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നതുകൊണ്ട്. അതുകൊണ്ടാണ് മതിലുകളിൽ ഇങ്ങനെ രാത്രി പൂർണ്ണമായ നിലയിൽ നിലാവിലിങ്ങനെ നിൽക്കുമ്പോൾ ഈശ്വര എന്നിൽ ഉൾക്കൊള്ളാനാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അതിലെ കഥാപാത്രം ബഷീർ തന്നെ ഓടുന്നു. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഈ മഹാമിസ്റ്ററി ഉൾക്കൊണ്ടു അദ്ദേഹം താനായി ഒരു മിസ്റ്ററി സൃഷ്ടിക്കുകയല്ല ചെയ്തത്. അങ്ങനെ ആ മിസ്റ്ററി എല്ലാവരിലും എല്ലാറ്റിലും ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യുന്നു. ആ ഒരു വിനയത്തോടു കൂടി അദ്ദേഹം ജീവിതത്തെ പകർത്തുന്നു. ഈ വിനയമാണ് ബഷീറിൻ്റെ ഒരു വലിയ ശക്തി എന്ന് ഞാൻ വിചാരിക്കുന്നു, വ്യത്യസ്തത എന്ന്. അന്ന് ബഷീറിനെ പോയി കാണുകയും സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ പൊതുവേ എഴുത്തുകാരെ കാണാൻ പോകുന്ന ഒരാളോ അങ്ങനെ ഇരിക്കുന്ന ഒരാളൊന്നുമല്ല. ബഷീറിനെ കണ്ടിട്ടുണ്ട്. ബഷീറിൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. മതിലുകളുടെ ഒരു കോപ്പി തന്നിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഒരു വാക്യം, മാഷ് എന്നെ ഇങ്ങനെയൊക്കെ കളിയാക്കിയിരുന്നെങ്കിലും ബഷീറിൻ്റെ അടുത്തെത്തിയപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം, നല്ല ഫയറുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഈ അനുഗ്രഹം തന്നതും ഈ പുസ്തകം. അപ്പോഴേക്കും എന്നെ ബഷീർ അവശനായിരുന്നു. പിന്നെ അധികമൊന്നും പോയിട്ടില്ല. ബഷീറിൻ്റേതായിട്ടുള്ള സവിശേഷമായ രചനാശീലം രീതി കണ്ടെത്തുകയും അത് തുടരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് തൻ്റേതായിട്ടുള്ള ഒരു രചന രീതി, ഇപ്പോൾ പലരുടെയും വായിക്കുമ്പോൾ പല സാഹചര്യങ്ങളിൽ നിന്നും നമുക്കിഷ്ടപ്പെട്ട പല ആളുകളും നമ്മെ സ്വാധീനിക്കുമല്ലോ, പോകാനുള്ള പ്രേരണ ഉണ്ട്. അതിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് ഒരു സവിശേഷമായ രീതി ഓരോ എഴുത്തുകാരും കണ്ടെത്തുന്നത് മാഷിൻ്റെ ഒരു വായനയുടെ അനുഭവത്തിൻ്റെ ഒക്കെ അത് പ്രധാനമായിട്ടും നമ്മൾ സ്വയം തന്നെയാണ് രൂപപ്പെടുന്നത്. ഇപ്പോൾ ബഷീറിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം നല്ല ഫലിതബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു. ആരെയും രസിപ്പിക്കുകയായിരുന്നു. ബഷീറിൻ്റെ കൂട്ടെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ബഷീറിൻ്റെ ഒരു സദസ്സുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ബഷീറിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബഷീർ സംസാരിച്ചിട്ടുണ്ട്. ഇത്തരം ഒരു വാക്യം പറയാൻ തനിക്ക് കെൽപ്പുണ്ട് എന്ന് മനസ്സിലാകാത്ത ഒരാളായിരുന്നു ബഷീർ എന്ന് പറഞ്ഞാൽ അത്ര വിസ്മയകരമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. ഈ വിസ്മയകരമായ തൻ്റെ ഭാഷണം തന്നെയാണ് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ച് എഴുത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ ആളുകളൊക്കെ കേൾക്കുന്നു, ഈ ശ്രദ്ധിക്കുന്നു, ഈ ഭാഷ തനിക്ക് വശമാണ്. അങ്ങനെ തനിക്ക് വശമുള്ള ഈ ഭാഷ കഥയിലൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് അദ്ദേഹം തീർച്ചയായിട്ടും വായിച്ചിട്ടൊക്കെ അതിന് സഹായം സ്വീകരിച്ചിട്ടുണ്ട്. തീർത്തും വായിക്കാത്ത ആളൊന്നുമല്ല, നല്ലതുപോലെ വായിച്ചിട്ടും നല്ല ഇംഗ്ലീഷ് അറിയാവുന്ന ആളുമൊക്കെയാണ് ബഷീർ. അപ്പോൾ ഇങ്ങനെയുള്ള തൻ്റെ ഒരു മൂലധനം എന്ന് പറയുന്നത്, ഈ പ്രതിഭ എന്ന് പറയുന്നത്, ഭാഷയിൽ പ്രതിഫലിക്കുന്ന ഈ പ്രതിഭ എന്ന് പറയുന്നത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്ന് ബഷീർ പുസ്തകങ്ങളിൽ നിന്നായിരിക്കാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പുസ്തകത്തെക്കാളൊക്കെ എത്ര കേമമാണ്, ഈ കഥാപാത്രം പറയുന്നതിനേക്കാൾ എത്ര ഗംഭീരമാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് എന്നൊരോർമ്മ അദ്ദേഹത്തെ നിസ്സംശയം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബഷീർ കത്തൊക്കെ എഴുതുക വളരെ രസമായിട്ടാണ് കത്തെഴുതുക. അപ്പോൾ അതിലൊക്കെ കാണാം ഈ മിന്നൽ. ആ കത്തെഴുതുന്നത് ഈ സംഭാഷണം പോലെയാണ്. ആ കത്തെഴുതിയ ആൾ തന്നെയാണ് ഈ കൃതികൾ എഴുതുന്നത്. ബഷീർ അതിനെക്കുറിച്ച് പറയുന്നതും ഇതൊരു കത്തായിട്ട് എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ദൈർഘ്യക്കുറവാണ് ഒരു കാരണം. പിന്നെ കത്ത് വായിക്കുന്നത് വിരസമായിക്കൂടാ, അത് സരസമായിരുന്നേ പറ്റൂ. അതുകൊണ്ട് ഒരു മനുഷ്യനോടായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ഓരോ വരിയിലും ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന ഒരാളുടെ ചൈതന്യമുള്ളതായിരുന്നു ഈ വാക്യങ്ങളൊക്കെ എന്നുള്ളതാണ്. അതെ. മാഷ് റൂമിയൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വായിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഇസ്ലാമിലെ മറ്റ് മുസ്ലിം ഈ റൂമിയും പിന്നെ സൂഫിസവും സെൻ ബുദ്ധിസവും ഒക്കെ ആയിട്ട് വലിയ അടുപ്പമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വാക്യവിസ്മയങ്ങളാണ് ഇതിലൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട പൊതുവായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ള ശ്രമങ്ങൾ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉദാഹരണ കഥകൾ, റൂമി ഒരുപാട് കഥകളിലൂടെയാണ് ഈ ചെന്നായും ആടും ഇങ്ങനെയുള്ള ഒരുപാട് മൃഗങ്ങൾ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള തത്തയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള കഥകൾ വഴിയാണ് പലതും വിശദീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കഥന സൗന്ദര്യമുണ്ട് അതിന്. പിന്നെ ഈ മറ്റവരാകട്ടെ സെൻ ബുദ്ധിസ്റ്റുകളാകട്ടെ ഓരോ എവേക്കനിങ് ആണ് അവരുടെ ഓരോ വാക്യങ്ങൾ. ഒരു ഉണർവാണ്, ഒരു 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 ജ്വലനം. ഇപ്പം ഞാൻ എൻ്റെ ഒരു കവിത ഉണ്ടല്ലോ, പിന്നെ വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നെക്കുറിച്ചുള്ള ശങ്ക തീർത്ത് തന്നില്ലേ. ഞാൻ എഴുതിയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കവിത അതാണ്. വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നെക്കുറിച്ചുള്ള ശങ്ക തീർത്ത് തന്നില്ലേ. ബുദ്ധൻ ചോദിക്കുന്നു. ബുദ്ധനൊന്നുമല്ല, മറിച്ച് ലുക്മാനാണ് എന്നെ താങ്ങുന്നത് എങ്കിൽ ബുദ്ധനാണ് ലുക്മാൻ. എന്നെ സഹായിക്കുന്ന ആരോ ആ സഹായഹസ്തങ്ങൾ ബുദ്ധൻ്റെ സഹായഹസ്തങ്ങളാണ്. എനിക്ക് പുതിയ ഒരു ബോധം ഉണ്ടാകുമ്പോൾ എൻ്റെ ഉടൽ ബുദ്ധൻ്റെ ഉടലാണ്. അതെല്ലാം സംക്ഷേപിക്കാൻ കഴിഞ്ഞു ഏതോ ഒരു നിമിഷത്തിൻ്റെ ശക്തിയിൽ എന്നതുകൊണ്ടാണ് ഈ വരി പ്രധാനമായിരിക്കുന്നത്. വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നെക്കുറിച്ചുള്ള ശങ്ക. ആളുകൾക്കൊക്കെ ബുദ്ധനുണ്ടോ? ജീവിച്ചിരുന്നു. അയാൾ നമുക്കെങ്ങനെയാണ് ബുദ്ധനിൽ നിന്ന് നിർവ്വാണം ഉണ്ടാവുക? ഇതൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ഷെറിഡൻ കോക്ക് എന്ന് പറയുന്ന ആൾ ഇഫ് യു ഫൈൻഡ് ബുദ്ധ ഓൺ ദ റോഡ് കിൽ ഹിം എന്ന് പറയുന്നുണ്ട്. ബുദ്ധനെ പെരുവഴിയിൽ വെച്ച് കണ്ടാൽ നിങ്ങൾ തല്ലിക്കൊല്ലണം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സാമാന്യ മനുഷ്യനല്ല ബുദ്ധൻ. ബുദ്ധൻ നമ്മളിൽ തന്നെ ആവിർഭവിച്ചേക്കാവുന്ന, മറ്റൊരാളിൽ ആവിഷ്കാരം കാണാവുന്ന, ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ്. കോഴിക്കോട് ആദ്യത്തെ എൻ്റെ ഒരു ബുദ്ധ കവിത എന്ന് പറഞ്ഞാൽ, കോഴിക്കോട് ഇങ്ങനെ ബസ് റോഡ് മുറിച്ച് കിടക്കാൻ വയ്ക്കാതെ ഞാനിങ്ങനെ നിൽക്കുക. ഞാൻ പോകുമ്പോഴേക്ക് വാഹനം വരും, ഞാൻ പിന്നോട്ട് മാറും. ഇങ്ങനെ പല തവണ ശ്രമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാം ഒരാൾ, ഒരു മധ്യവയസ്കൻ എൻ്റെ അടുത്ത് കൂടി സുഖമായിട്ട് മുറിച്ച് അപ്പുറത്തേക്ക് കിടക്കുന്നു. ഒരു വാഹനം അയാളെ ഇടിച്ചിട്ടില്ല. അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വഴിയിലൂടെ അയാൾ സുഗമമായി അപ്പുറം കടന്ന് പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ബുദ്ധൻ. അയാൾ ബുദ്ധനായിട്ടല്ല. ഇതാ ഇങ്ങനെയുള്ള ചെറു എൻലൈറ്റൻമെൻറ്റുകൾ എഴുതണമെന്ന് പിന്നീടാണ് അത് എനിക്ക് ഒരു ബോധ്യം ഉണ്ടാകുന്നത്. അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഗാന്ധിയെ വരയ്ക്കാൻ 1-2 രേഖകൾ മതി. ഗാന്ധിയായി വേഷം കെട്ടാൻ വളരെ എളുപ്പമാണ്. കെട്ടിയ വേഷങ്ങൾ അഴിച്ചു കളഞ്ഞാൽ മതി. നമ്മളൊക്കെ എത്ര വേഷം കെട്ടലാണ് അല്ലേ? ഗാന്ധി മിക്കവാറും വേഷം കെട്ടാതെ ജീവിച്ച ഒരാളാണ്. നുണ പറയാതെ ജീവിച്ച ഒരാളാണ്. അസാധ്യമാണ് നുണ പറയാതെ ജീവിക്കുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ഒരാളാണ് മഹാത്മാഗാന്ധി. അങ്ങനെ ഇത്തരം ശിഥിലങ്ങളായ ചിന്തകൾ ചില വരികളിൽ ഇങ്ങനെ ഉദ്ഘാടിക്കപ്പെടുകയാണ്. ചില സന്ദർഭങ്ങളിൽ അതിൻ്റെ പ്രഭാവം നാം അനുഭവിക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ അത് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പോയട്രി ഈസ് എ ഗിഫ്റ്റ്. ആരോ തരുന്ന ഒരു സമ്മാനമാണ് കവിത. അതിനുമേൽ നമുക്ക് അധികാരമൊന്നുമില്ല മറ്റൊരാൾക്ക് കൈമാറുക. മാഷിൻ്റെ ഗദ്യങ്ങളാണെങ്കിലും കവിതകൾ തന്നെയാണ്. മാഷിൻ്റെ ഗദ്യത്തെക്കുറിച്ചുള്ളൊരു നിരീക്ഷണം കവിതയായിട്ട് തന്നെ ഗദ്യം എഴുതണമെങ്കിൽ അത് ഗംഭീരമാവുകയുള്ളൂ എന്നുള്ളതാണ്. അതെ, കാവ്യാത്മകമല്ലാത്ത ഗദ്യത്തിൽ എനിക്കൊരു താല്പര്യമില്ല വാസ്തവത്തിൽ.
അപ്പോൾ ആദ്യം എഴുതിയിട്ടുള്ള ഗദ്യമാണ്. അത് സമ്പാദിക്കുന്ന കുട്ടി ഒരശ്ലീലമാണ് എന്നാണ് അതിൻ്റെ ഒരു ശീർഷകം. അപ്പോൾ ഈ സമ്പാദിക്കുക എന്ന് പറയുന്നത്, സേവ് ചെയ്യുക എന്ന് പറയുന്നത്, പിൽക്കാലത്തേക്ക് വേണ്ടി കരുതി വെക്കുക എന്ന് പറയുന്നത്, അതിനോടൊക്കെ എന്തോ ഒരു വിയോജിപ്പുണ്ടായിരുന്നു എനിക്ക്. നമ്മൾ ജീവിതം അപ്പപ്പോൾ തന്നെയാണ് എന്നുള്ള ഒരു ധാരണ എങ്ങനെയോ കടന്നുകൂടി. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ എഴുതിയിട്ടുള്ള ഈ ഒരു ലേഖനത്തിൽ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ടച്ച് എങ്ങനെയോ വരുന്നു. അത് ആവിഷ്കരിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഭാഷ ഉണ്ടാകുന്നു. പിന്നെ ആ ദിശയിൽ വളർന്ന് മുന്നോട്ട് പോയിട്ടാണ് പിന്നീടുള്ള ലേഖനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ വാസ്തവത്തിൽ അല്പം ദീർഘമായിട്ടുള്ള കവിതകൾ തന്നെയാണ് ഈ എസ്സേസ് എൻ്റെ. നമ്മൾ സംസാരിക്കുന്നത് പാറപ്പള്ളിയിലിരുന്ന, പാറപ്പള്ളി ഒരു മുസ്ലിം പൈതൃക നഗരം എന്നുള്ള നിലയിൽ ഒരുപാട് സൂഫികൾ ജീവിച്ച നാടെന്നുള്ള നിലയിൽ ലോകത്ത് മുഴുവൻ മുസ്ലിങ്ങളുടെയൊക്കെ ഇടയിൽ അറിയപ്പെടുന്ന സ്ഥലമാണ്, പ്രശസ്തമായ സ്ഥലമാണ്. മാഷിൻ്റെ കുറേ കാലത്തെ ജീവിതവും ഈ പാറപ്പള്ളിയിലും ഇതിൻ്റെ പരിസരത്തൊക്കെ ആയിട്ടാണ്. ഈ ഒരു ദേശത്തിൻ്റെ സൗരഭ്യം, അതിൻ്റെ ചരിത്രമൊക്കെ മാഷ് എങ്ങനെയാണ് അനുഭവിക്കാറുള്ളത്? ഇവിടെ വാസ്തവത്തിൽ പള്ളി ഉള്ളതുകൊണ്ട് തന്നെ വലിയ പരിഷ്കാരത്തിൻ്റെ കടന്നുകയറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഒരു 2000 കൊല്ലം മുമ്പ് ഇതുപോലെ ഇരിക്കും. ഈ പാറകൾക്കൊക്കെ എന്താ വ്യത്യാസം? ഇവിടെ പെട്ടെന്ന് ആളുകളൊന്നും ഇല്ലാതായി കഴിഞ്ഞാൽ ഇതേതോ പ്രാചീനമായിട്ടുള്ള ഒരു സ്ഥലം. ഇവരെ രാത്രി നിലാവത്തൊക്കെ വന്നിരുന്നാൽ അതിപ്രാചീനമായ ഒരു സ്ഥലത്തിരിക്കും പോലെയാണ്. അപ്പുറത്ത് ഇങ്ങനെ മയ്യത്ത് കുന്ന്, ഇപ്പുറത്തിങ്ങനെ കടൽ, അതിന് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് കുറേ പാറകൾ, ആ പാറകളിൽ ഇങ്ങനെ പ്രാചീനതയുടെ പാടുകൾ. ഈ വേലിയേറ്റങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ ആനയുടെ രൂപവും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നത്. എത്ര കാലം വേലിയേറ്റങ്ങൾ പണിയെടുത്തിട്ടായിരിക്കും ഇതൊക്കെ രൂപം കൊണ്ടത്. ഇങ്ങനെ കാലത്തിൻ്റെ ഒരു മഹാസാന്നിധ്യം ഇവിടെ ഇങ്ങനെയുണ്ട്. ഇവിടെ നല്ല ഏകാന്തത ലഭിക്കും മറ്റെവിടെ ലഭിക്കുന്നതിനേക്കാളും. അതിന് ഒരു കാരണം ഈ പരിഷ്കൃതമല്ല ഇവിടം എന്നതിനാലാണ്. പള്ളിയുള്ളത് വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ പ്രാചീനമായ അവസ്ഥ ഇതേപടി നിലനിർത്തപ്പെട്ടു. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഹോട്ടലുകൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രാചീനത കിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്രാവശ്യം യാത്രാമാസികയിൽ എഴുതിയിട്ടുണ്ട്, കേരളത്തിൽ ഇങ്ങനെ തനിച്ചിരിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വരാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം പാറപ്പള്ളിയാണ്. നബിയെക്കുറിച്ചുള്ള രചനകളുടെ കുറവാണെങ്കിലും മികച്ചൊരു പാരമ്പര്യം മലയാളത്തിലുണ്ട്, വള്ളത്തോളിൻ്റെയൊക്കെ ആയിട്ട്. ഈ അടുത്ത് മാഷിൻ്റെ രചന വന്നിട്ടുണ്ടായിരുന്നു. അത് എഴുതാൻ ഒരു നിമിത്തം എന്തായിരുന്നു? അതിൻ്റെ ഒരു ആശയം മാഷ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അത് നിമിത്തം യാദൃശ്ചികം എന്ന് പറയാൻ പറ്റില്ല. ഈ താമരശ്ശേരിയിൽ നോളജ് സിറ്റിയിൽ നബിദിനം ആഘോഷിക്കുമ്പോൾ എന്നെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. അങ്ങനെ അവരാവശ്യപ്പെടുന്നു, മാഷ് കവിത എഴുതുന്ന ആളല്ലേ, നബിയെക്കുറിച്ച് ഒരു കവിത സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. തലേന്നേ ചോദിക്കുന്നു. അങ്ങനെ ആലോചിച്ച് അപൂർവമായിട്ടാണ് അങ്ങനെ ഞാനൊരു കവിത ഇങ്ങനെ ആരെയും ആവശ്യപ്പെട്ടിട്ടൊക്കെ എഴുതുന്നത്. കിട്ടിയ, നേരത്തെ പറഞ്ഞതുപോലെ ഗിഫ്റ്റ് കിട്ടിയത് കൊടുക്കലാണ് പതിവ്. അപ്പോൾ ആലോചിച്ചപ്പോൾ എനിക്ക് ആ കവിതയ്ക്ക് വേറെ അനുരണനമായിട്ട് പണ്ട് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. അതായിരിക്കണം കാരണം, അതിന് കിട്ടാനുള്ള കാരണം. ആ കവിത ഇങ്ങനെയാണ്. എൻ്റെ ചെറിയ മകള്, എനിക്ക് മകളൊന്നുമില്ല എന്നാലും സുനന്ദ എന്ന പേരുള്ള മകള്, ഞാനിങ്ങനെ കത്തെഴുതുന്നത് തന്നെ നോക്കി നിന്നിട്ട് അവൾ ഈ പെന്ന് പിടിച്ചു വാങ്ങിയിട്ട് എന്തെല്ലോ ഇങ്ങനെ കോറി വരച്ചിട്ട് എന്നോടത് വായിക്കാൻ പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വായിക്കാനാവില്ല, എനിക്ക് എഴുതിയത് മാത്രമേ വായിക്കാൻ പറ്റൂ, എനിക്ക് വായിക്കാവുന്നത് മാത്രമേ എഴുതാനും ആവൂ. അതാണ് നമ്മുടെ ഒരു വലിയ ലിമിറ്റേഷൻ. ഇതെൻ്റെ മനസ്സിനകത്തുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കവിത. നബി അങ്ങ് നിരക്ഷരനാണെന്ന് കേൾക്കുന്നുള്ളത് നേരായിരിക്കണം, സാക്ഷരർക്ക് എഴുതിയതല്ലേ വായിക്കാനാവൂ, അങ്ങ് മുമ്പാരും എഴുതാത്തത് വായിച്ചു.
ശരിക്ക് ഇസ്ലാമിക തിയോളജി പറയുന്നത് എല്ലാത്തിനേക്കാളും മുമ്പ് നബിയുടെ പ്രകാശത്തെ സൃഷ്ടിച്ചു. അതിനുശേഷമാണ് മറ്റുള്ള എല്ലാ നബിമാരും പ്രപഞ്ചമൊക്കെ വരുന്നത്. അപ്പോൾ നബിയുടെ ഒരു പ്രകാശത്തിൻ്റെ അനുരണനാണ് എന്നുള്ള അർത്ഥത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ അവതരിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിക തിയോളജിസ്റ്റ്. പ്രപഞ്ചം ഇങ്ങനെ സുഗ്രഹമായി തീരുക ഒരാൾക്ക്. അതായിരിക്കണം നമ്മുടെ ഈ സോളമനെ കുറിച്ചിട്ടുള്ള കഥ എങ്ങനെയാണ്. ഉത്തമഗീതമൊക്കെ എഴുതിയ സോളമൻ ഇങ്ങനെ രാത്രി ഉറക്കത്ത് കാണുകയാണ്. ദൈവം വന്ന് അയാളോട് ചോദിക്കണം എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ സ്വത്ത് വേണോ, സുന്ദരിയായിട്ടുള്ള ഭാര്യ വേണോ, എന്താ? അയാൾ പറയുന്നത് എനിക്ക് വിസ്ഡം ഉണ്ടായാൽ മതി. അങ്ങനെ പിറ്റേന്ന് രാവിലെ അയാൾ പക്ഷികൾ സംസാരിക്കുന്നത് കേൾക്കുന്നു, ഒക്കെ മനസ്സിലാവുന്നു അയാൾക്ക്. മരങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നു, അയാൾക്കൊക്കെ മനസ്സിലാവുന്നു. നദി പറയുന്നത് കേൾക്കുന്നു, അയാൾക്കൊക്കെ. പ്രപഞ്ചം മുഴുവൻ അയാൾക്ക് സുഗ്രഹമായിട്ട് തീരുന്നു. ഇതാണ് വിസ്ഡത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്. മുസ്ലിം ജീവിതത്തെ ആവിഷ്കരിക്കുന്ന രചനകൾ കുറവാണ്. ഇപ്പോൾ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ക്രൈസ്തവ ദൈവശാസ്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരുപാട് രചനകൾ, കവിതകൾ വന്നിട്ടുണ്ട്. ആപേക്ഷികമായിട്ട് ഈ ദസ്തേവ്സ്കി ഉൾപ്പെടെ പിന്നെ ഒരുപാട് ഖലീൽ ജിബ്രാൻ അടക്കം ഒരുപാട് ആളുകൾ ക്രിസ്തീയ ദർശനങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുള്ള ആളുകളാണ്. അത്ര തന്നെ മുസ്ലിം ദർശനം വ്യാഖ്യാനിക്കപ്പെടുകയോ ഉപയോഗിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ അതിൻ്റെ ഒരു സ്വഭാവം ഒരുപാട് നല്ല കുട്ടികളും നന്നായിട്ട് വായിക്കുന്ന കുട്ടികളും രചനയിൽ താല്പര്യമുള്ള കുട്ടികളൊക്കെ വളർന്നു വരികയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു എഴുത്തിൻ്റെ അല്ലെങ്കിൽ മലയാളത്തിൽ മുസ്ലിം ജീവിതത്തിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് ഭാവിയിലെങ്കിലും വരേണ്ടതെന്നാണ് മാഷിൻ്റെ ഒരു പൊതുവായനക്കാരൻ ആഗ്രഹിക്കുന്ന. അതെ, ഇത് പിന്നെ പള്ളിയിൽ വെച്ച് വായിക്കുന്നതോ അല്ലെങ്കിൽ ഗ്രന്ഥം തുറന്ന് മാത്രം നമ്മൾ ചില സമയത്ത് അറിയേണ്ടതോ ഒന്നുമല്ല. നമ്മളെ പ്രായോഗിക ജീവിതമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ് ഖുർആൻ ഞാൻ വിചാരിക്കും. അപ്പോൾ ഈ പ്രായോഗിക ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണത്. അപ്പോൾ അവനവൻ്റെ കവിതകളെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന വിധത്തിൽ ഈ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഇത് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അയാൾക്ക് മറ്റൊരു വഴിയിൽ കിട്ടാത്തൊരു പ്രകാശം ഇതുവഴി കിട്ടുമ്പോഴല്ലേ അത് സമൂഹത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ ഭാരതീയമായ ദർശനങ്ങൾക്ക് തരാൻ കഴിയാത്ത ഒരു സഫറിങ്ങിൻ്റെ അവസ്ഥ ക്രിസ്തു തരുന്നത് കൊണ്ടാണ് ഭാരതീയന് ക്രിസ്തുവിനോട് ഇത്ര താല്പര്യം ഉണ്ടാകുന്നത്. എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾ ഒരാൾ സഹിക്കുന്നു എന്ന് പറയുക. ഇവിടെ ഇപ്പം വാൽമീകി എന്ന് പറയുന്ന കവി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാൾ വലിയ കൊള്ളക്കാരനൊക്കെയായിരുന്നു. അങ്ങനെ കൊള്ളക്കാരനൊക്കെ ആയപ്പോൾ അയാളിങ്ങനെ മഹർഷിമാരെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു, നീ ഇങ്ങനെ ആയിപ്പോണ്ട, നീ എന്തിനാ ഇങ്ങനെ ആളുകൾ പണമൊക്കെ കട്ടെടുക്കുന്നത്, അതിൻ്റെ പാപം മുഴുവൻ ആരാ അനുഭവിക്കേണ്ടതെന്ന്. അതെൻ്റെ ഭാര്യയും മക്കളൊക്കെ എന്നാൽ അവരോട് പോയി ചോദിക്കുക പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾ അനുഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അയാൾക്ക് ഈ ലോൺലിനെസ് ഉണ്ടാകുന്നത്. പിന്നെയാണ് ഈ പുറ്റിനകത്തെ ഏകാന്ത തപസ്സിന് ശേഷമാണ് വാൽമീകി രാമായണം എന്ന് പറയുന്ന കൃതി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മഹാ ലോൺലിനെസ്സിൻ്റെ വിവർത്തനമാണ് ഈ കൃതിയായിട്ട് മാറുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരം ആലോചനകളും ഈ ഒക്കെ തത്വചിന്താപരമായ ജീവിതം മുസ്ലിങ്ങൾ നയിച്ചാൽ തന്നെ വാസ്തവത്തിൽ ഈ പോയട്രിയുടെയൊക്കെ പവറായിട്ട് ഈ ദർശനം മാറും. അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഋഷിമാരുടെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നല്ലോ ഭാരതത്തിൽ, അതുപോലെ മുസ്ലിം മതപണ്ഡിതരുടെ ഒരു ഇതുണ്ടായാൽ പോരാ, എല്ലാവരിലും ഈ തത്വചിന്താപരമായ അറിവുണ്ടാവണം. കേവല അനുഷ്ഠാനങ്ങൾക്കപ്പുറത്തുള്ള ദർശനത്തിൻ്റെ വ്യാപ്തി ആളുകൾ അറിയാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇത് ബാധിക്കും. ബഷീറൊക്കെ വലിയ നല്ല ഉദാഹരണമാണ്. ബഷീറിൽ ഇതുണ്ട്. ശരിക്കും ഈ ദർശനം സാധാരണ ജീവിതത്തെ നോക്കിക്കാണുന്നതിൻ്റെ പ്രേരക ശക്തിയായിട്ട് മാറിയിട്ടുണ്ട് ബഷീറിൽ. അങ്ങനെ പ്രേരക ശക്തിയായിട്ട് മാറിയതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിൻ്റെ മതിലുകളും അദ്ദേഹത്തിൻ്റെ പിന്നെ ഓരോരോ കൃതികളും. ആ വിനീതനായ ചരിത്രകാരനെ വിനയമുള്ളവനാക്കി തീർത്തത് ഈ ദർശനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു
എപ്പോഴും വായനക്കാരനായിരിക്കുന്ന മാഷിൻ്റെ ഇപ്പോഴത്തെ വായനകൾ ഏതൊക്കെയാണ്, പുതിയ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് നന്നായിട്ട് ആകർഷിച്ചിട്ടുള്ള അടുത്ത കാലത്തൊക്കെ ആയിട്ട്? ഇപ്പം ഞാൻ കൂടുതലായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ 3 തത്വചിന്താ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ. അപ്പം വീണ്ടും പ്ലാറ്റോനെയും അരിസ്റ്റോട്ടലിനെയും ഹൈദഗറേയും ഒക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് പിന്നെ കവിതകളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. എന്നാലും കവിതകളെക്കാൾ കൂടുതൽ ഈ തത്വചിന്താപരമായിട്ടുള്ള കൃതികളാണ്, തത്വചിന്തയാണ് ഇപ്പം അധികം വായിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നോവലുകളൊന്നും എന്നെ വേണ്ടത്ര തൃപ്തിപ്പെടുത്തുന്നില്ല, ഡെൻസിറ്റി പോരാ എന്നിങ്ങനെ തോന്നുന്നു. ഒരു ഇത്രയും സമയം ചിലവഴിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ സമയത്തിൻ്റെ വിവർത്തനമാണല്ലോ ഇത് കിട്ടേണ്ടത്. അപ്പോൾ ആ സാരമായ വിവർത്തനം കിട്ടണം. അതെനിക്ക് കവിതയിൽ നിന്നും തത്വചിന്തയിൽ നിന്നുമാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ അധികവും വായിക്കുന്നത് അങ്ങനെ. വളരെ വിശദമായി എഴുത്തിൻ്റെ രൂപപ്പെടലുകളെക്കുറിച്ച്, വായനയുടെ സവിശേഷമായ രീതികളെക്കുറിച്ച്, വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ എഴുതിയ കവിതകളെക്കുറിച്ച്, അതിലേക്ക് നയിച്ച തത്വചിന്തയുടെ വ്യത്യസ്ത ധാരകളെക്കുറിച്ച് കൽപ്പറ്റ മാഷ് നമ്മോട് സംസാരിക്കുകയുണ്ടായി. തീർച്ചയായും എഴുതാൻ ആഗ്രഹിക്കുന്ന, വായിക്കാൻ തുടങ്ങുന്ന, വായിച്ച് ദിശ കണ്ടെത്താനാവാതെ പ്രയാസപ്പെടുന്ന ഏതൊരാൾക്കും വെളിച്ചം ലഭിക്കുന്ന വിധത്തിൽ ഒരുപാട് ഉപദേശങ്ങൾ മാഷിൻ്റെ വാക്കിൽ നിന്ന് ശ്രവിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാള സാഹിത്യത്തിൽ മുസ്ലിം രചനകൾ ഇപ്പോഴും വേണ്ടത്ര വന്നിട്ടില്ല. ആ രചനകളുടെ സ്വഭാവം എന്തായിരിക്കണം എന്ന് ഭാവിയിലെങ്കിലും ഇനി വരാനിരിക്കുന്ന രചനകൾ ഏത് വിധത്തിലാവണമെന്ന് മാഷ് സൂചിപ്പിക്കുകയുണ്ടായി. നിശ്ചയമായും മുസ്ലിം രചനകൾ വായിക്കുകയും പ്രൗഢമായ പാരമ്പര്യമുള്ള മുസ്ലിം തത്വചിന്തയുടെയും ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ക്രിയേറ്റീവായിട്ടുള്ള രചനകൾ മലയാളത്തിൽ നന്നായിട്ട് വരേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അതിന് പ്രധാനമായി നമ്മുടെ ഭാഷ, ഭാവന രൂപപ്പെടുന്നതിൻ്റെ വഴികളെക്കുറിച്ചാണ് ഈ സംഭാഷണം നടന്നത്. വളരെ നന്നായിട്ട് നമ്മോട് സംസാരിച്ച പ്രിയപ്പെട്ട കൽപ്പറ്റ മാഷിന് എല്ലാ ഹൃദ്യമായ അഭിനന്ദനങ്ങളും നേരുകയാണ്.